ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ നമുക്ക് ആദ്യം ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നമുക്ക് ബാക്കി സ്റ്റോക്സിൻ്റെയൊക്കെ ഒരു സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ പരിശോധിക്കേണ്ടതുണ്ട്. യൂസ് മാർക്കറ്റ്സ് നെഗറ്റീവ്ലിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ആൻഡ് ഫ്യൂച്ചർ ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ്. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവിലാണ് ക്ലോസിങ് അവസാനിപ്പിച്ചേക്കുന്നത് നമുക്കിവിടെ കാണാം. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ നമുക്ക് അതാണല്ലോ പ്രധാനം. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ഒരു 30 പോയിന്റ്സിന് അപ്സൈഡാണ്. കുറച്ച് നേരത്തെ വരെ ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ബട്ട് നിലവിൽ ഇപ്പോൾ ഒരു 35 പോയിന്റ്സിൻ്റെ അപ്സൈഡ് ഉണ്ട്. സോ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവാം, മേ ബി നടക്കുക എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കുക, ഇത് വിശ്വസിക്കേണ്ട പൂർണ്ണമായിട്ടും. ഓക്കെ, ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് കിട്ടിയാൽ കൊള്ളാം, നമുക്ക് നോക്കാം എന്തായാലും. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് നിലവിൽ 124 പോയിന്റ്സിൻ്റെ അപ്സൈഡ് ഉണ്ട്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ടോട്ടൽ ഒരു മിക്സഡ് സിഗ്നലാണ്. തായ്വാൻ വെയ്റ്റഡ് നെഗറ്റീവ് ട്രേഡിങ്ങിലാണ് ആൻഡ് ഹാങ്സങ് നെഗറ്റീവ് ട്രേഡ് ചെയ്യുകയാണ്. ജക്കാർത്ത കമ്പോസിറ്റ് നെഗറ്റീവ് ട്രേഡ് ചെയ്യുകയാണ്. ഷാങ്ഹായ് കമ്പോസിറ്റ് നെഗറ്റീവ് ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മിക്സഡ് സിഗ്നലാണ് ഏഷ്യൻ മാർക്കറ്റ്സ് തരുന്നത്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ പോസിറ്റീവാണ്. സോ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിലവിൽ. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്കിനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലെവൽസ് വർക്ക് ചെയ്തു. നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് മാറ്റാം. ആൻഡ് ഇപ്പോൾ നമ്മളിവിടെ എന്താണ് നിഫ്റ്റിയിലെ അവസ്ഥ എന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് പോസിബിലിറ്റിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു ഹൈ 24,500 എന്നുള്ള ഒരു ഹൈ മാർക്കറ്റിന് റീറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് ഈ ഒരു സപ്ലൈ ടെസ്റ്റിംഗ് മീൻസ് ഡിമാൻഡ് സോണിൽ നിന്നും മാർക്കറ്റ് ഡൗൺ സൈഡ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇതിൽ രണ്ട് പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒരു റേഞ്ചിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് മാർക്കറ്റ് നമ്മളെ തിരിച്ച് ഫുൾ ചെയ്ത് തിരിച്ച് പോകാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. മേ ബി നമുക്ക് ഇവിടെ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു എന്നതുകൊണ്ട് മാർക്കറ്റിനെ തുടരെ സെല്ലിംഗ് ആയിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നമുക്കത് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. സോ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നമുക്ക് നിൽക്കാം. ഓക്കെ, ആൻഡ് നിലവിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് മാർച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ ആദ്യം തന്നെ ടെക്നിക്കലി അതൊന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, 23,190 to 23,141 ഈ റേഞ്ചിലേക്ക് മാർക്കറ്റിന് വരാനുള്ള പോസിബിലിറ്റി ആദ്യം തന്നെ നമുക്ക് കണക്ക് കൂട്ടി വയ്ക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ 23,430 ട്രേഡ് അവസാനിപ്പിച്ചത്. 23,100 റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ട് റീറ്റെയിൻ ചെയ്യാൻ ഒരു ഡിമാൻഡ് സോണിലേക്ക് വരാനുള്ള പോസിബിലിറ്റി നമുക്ക് ആദ്യം തന്നെ കണക്കാക്കാം. ഓക്കെ, ഈ രണ്ട് സോണ് ആദ്യം മനസ്സിലാക്കി വെക്കുക. ആൻഡ് മാർക്കറ്റിന് പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സോണ് എടുക്കാൻ പറ്റിയ സോൺ എന്ന് പറഞ്ഞാൽ 22,930 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിന് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 22,930 എന്ന് പറയുന്ന സോണിൽ. ആൻഡ് നമുക്കിനി കണക്കാക്കേണ്ട വേറൊരു സോൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഹണ്ട് നടന്ന 22,740 ആൻഡ് 22,481. നമുക്ക് ഈ തൽക്കാലം ഈ ഒരു 3 ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കാം മാർക്കറ്റിൽ. അതായത് ഇതിൽ നിന്നും താഴെ പോകുവാണെങ്കിൽ ഹയർ ലെവൽ താഴത്തെ ലെവൽസ് നമുക്ക് നിഫ്റ്റിയിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലെവൽസ്. മാർക്കറ്റ് ഈ ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, ആൻഡ് ഇനി മാർക്കറ്റ് അപ്സൈഡ് പോകുവാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം മാർക്കറ്റ് തിരിച്ചു കയറുവാണെങ്കിൽ 23,600 എന്ന് പറയുന്ന ഈ സോണിന് അബോവ് പോവുക. ആൻഡ് പിന്നെ മാർക്കറ്റിന് ഒരു പോസിബിലിറ്റി, ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും 23,800. ഓക്കെ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒന്ന് പ്ലേ ചെയ്യട്ടെ. മാർക്കറ്റ് ലൈവായിട്ട് പ്ലേ ചെയ്ത ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം. മാർക്കറ്റിലെ ഏറ്റവും നല്ല ലെവൽസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്തായാലും എനിക്ക് ഫസ്റ്റ് എൻ്റെ ഒരു ഫോക്കസ് ഉള്ള ഏരിയാസ് ഞാൻ വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 15 മിനിറ്റ് ചാർട്ടിലാണ് നമ്മളിപ്പം മാർക്കറ്റിലെ ലെവൽസ് മാർക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ലൈവായിട്ട് പ്ലേ ചെയ്ത ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് എന്നാണ് പേര്. നമ്മുടെ ചാനലിലെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പും നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നമ്മുടെ ട്രേഡേഴ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
അപ്പം ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്ത് നമുക്ക് ഈ ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ഓരോ ദിവസവും നമ്മളെ വർക്ക്സ് നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പം റിസൾട്ടുകൾ വന്ന സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം, എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഡോക്ടർ റെഡ്ഡി. ഓക്കെ, ഡോക്ടർ റെഡ്ഡിയുടെയൊക്കെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നുള്ള റിസൾട്ടുകൾ എന്ന് പറയുന്നത് സിപ്ല റിസൾട്ട് വരുന്നുണ്ട്, TVS ഹോൾഡിംഗ്സിന്റെ റിസൾട്ട് വരുന്നുണ്ട്, TVS മോട്ടോർ കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ റിസൾട്ട് വരുന്നുണ്ട്, ഓയിൽ ഇന്ത്യ, ബാലാജി അമൈൻസ്, പിന്നെ ക്രോംപ്ടന്റെ റിസൾട്ട് വരുന്നുണ്ട്, DLF, ഓക്കെ, ഗ്ലാക്സോ സ്മിത്ത് ത്തിന്റെ റിസൾട്ട് വരുന്നുണ്ട്, കെയ്ൻസിന്റെ റിസൾട്ട് വരുന്നുണ്ട്, LIC, ഹൗസിംഗ് ഫിനാൻസ്, മെട്രോപോളിസ്, NLC ഇന്ത്യ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ശാരദ ക്രോപ്കം, സിഗ്നേച്ചർ ആൻഡ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡോക്ടർ റെഡ്ഡിയുടെ റിസൾട്ട് പരിശോധിക്കും. പ്രോഫിറ്റ്സ് നല്ല രീതിയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 1593 നിന്ന് 220 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ ഡ്രോപ്പും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ടാറ്റ പവറിന്റെ അത് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. 1042 കോടിയിൽ നിന്ന് 995 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ ഓൾസോ ഡിക്ലൈൻഡ്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ടാങ്ക്സ് വന്നിരിക്കുന്ന ടൊറന്റ് പവറിലാണ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ ഓൾസോ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ നസാര ടെക്നോളജീസിൻ്റെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് തോന്നിയത്. 4.70 ക്രോറിൽ നിന്ന് 55 കോടിയിലേക്കാണ് പ്രോഫിറ്റ് പോയത്. സോ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. റവന്യൂവിൽ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് അവർ ഓക്കെ ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സാജിലിറ്റി പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ആൻഡ് കൽപ്പാത്താരുവിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 114 കോടിയിൽ നിന്നും 200 കോടിയിലേക്ക് പോയി. പ്രോഫിറ്റ് 14% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ന്യൂലാൻഡിൻ്റെ 8% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ റിസൾട്ടുകൾ. പല സ്റ്റോക്സിൻ്റെ ഉണ്ട്. എന്തായാലും കൂടുതൽ എൻട്രീസിലേക്ക് ഞാൻ പോകത്തില്ല ഇന്നത്തെ ദിവസം. ജസ്റ്റ് മാർക്കറ്റിനെ വാച്ച് ചെയ്യാനായിരിക്കും ഇന്ന് നമ്മൾ നോക്കുക. പഠിക്കുക എന്നുള്ളതായിരിക്കണമല്ലോ നമ്മുടെ പരമപ്രധാനമായ ഉദ്ദേശം. ഫസ്റ്റ് മാർക്കറ്റിനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വാച്ച് ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻട്രീസ് ഇന്ന് എടുക്കാൻ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ടെലിഗ്രാം ചാനലിൽ വരാം, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.